സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ പറയുന്ന കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹൈലൈൻ ഡിഫെൻഡിങ് ബ്ലാസ്റ്റേഴ്സിന് എങ്ങനെ മോശമായിട്ട് വരുന്നു എന്നുള്ളതിനെ പറ്റിയാണ്. ഓവറായിട്ട് ഒഫൻസീവ് ഗെയിം ഫോക്കസ് ചെയ്യുമ്പോൾ പ്ലേയേഴ്സ് നമ്മുടെ ഡിഫൻഡേഴ്സ് ഇങ്ങനെ മുന്നോട്ട് കയറി പോകുന്നതും അവിടെ ഒരു മിസ്പ്ലേസ്ഡും ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിഫൻസീവ് ലൈൻ വരുന്നതും അതിൻ്റെ ഭാഗമായിട്ട് ബാക്കിൽ വരുന്ന സ്പേസ് അങ്ങോട്ടേക്ക് എത്ര നമ്മൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ടേക്ക് ഒരു ബോൾ വന്നു കഴിഞ്ഞാൽ ആ ഓഫ് സൈഡ് ട്രാപ്പിനെയൊക്കെ ബീറ്റ് ചെയ്ത് ഓപ്പൺ ടീം ത്രൂ ബോളിലൂടെ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി നമ്മൾ ഓൾറെഡി സംസാരിച്ചതാണ്. ആൻഡ് കഴിഞ്ഞ ദിവസം ഒരു മാച്ച് കണ്ടു, ഒഡീഷ FC ബംഗളൂരു FC മാച്ച്. ആ മാച്ചിൽ ബംഗളൂരു FC 4 ഗോളിനാണ് തോൽക്കുന്നത്, 4-2 ഗോൾ മാർജിൻ. ഒരു സമയത്ത് ഗോൾ അടിക്കാൻ വളരെ പ്രയാസമായിരുന്ന ബംഗളൂരു FC റീസെന്റ് ആയിട്ട് ഗോളുകൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ഒരു മാച്ച് നമ്മളൊന്ന് റിപ്പീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ ബംഗളൂരു FCയുടെ ഹൈലൈൻ വേഴ്സസ് ഒഡീഷ FCയുടെ ഒരു ലോ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു മിഡ് ബ്ലോക്ക് എന്ന രീതിയിലാണ് ഒഡീഷ FC ഡിഫൻസ് സെറ്റ് ചെയ്യുള്ളത്. ഈവൻ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ 3 ഗോൾ അടിച്ച് ലീഡിലേക്ക് വരുന്ന സിറ്റുവേഷനിൽ പോലും ഒരു തവണ പോലും ഒരു ഹൈ ലൈനിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിഫൻസീവ് ലൈനിൽ ഒരുപാട് മുന്നോട്ട് ചെയ്ത് പുഷപ്പ് ചെയ്ത് ആ ലെവലിലൊരു കളിയിലേക്ക് ഒഡീഷ FC പോയിട്ടില്ല. ആ മാച്ച് ഒഡീഷ FCയുടെ ഹോം ഗെയിം ആണെന്ന് കൂടി നമ്മൾ ഓർക്കണം. ഈ ലോ ബ്ലോക്ക് അല്ലെങ്കിൽ ഈ ഡിഫൻസീവ് ലൈനെ ഇറക്കിയിടുന്നത് അത് പൊതുവെ ഫുട്ബോളിലൊരു വീക്ക്നെസ് ആയിട്ടാണ് കാണുന്നത്. ഈ ലോ ബ്ലോക്ക് ഇട്ട് ബെസ്റ്റ് പാർക്കിംഗ് ഡിഫൻസ് എന്നൊക്കെ പറയുന്ന ലെവലിലേക്കുള്ള ഗെയിമൊക്കെ പലർക്കും അത്ര ഇഷ്ടമൊന്നുമല്ല. പക്ഷേ ഇവിടെ ലോ ബ്ലോക്ക് ഒരു കംപ്ലീറ്റ് ബെസ്റ്റ് പാർക്കിങ്ങിനെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത്. കുറച്ചുകൂടി ഹൈലൈൻ കളിക്കാതിരുന്നാൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു മിഡ് ബ്ലോക്കിലേക്കും ഒരു നോർമൽ ആവറേജ് ആ ഒരു ഫോർമേഷനിലുള്ള പോസ്റ്റിലേക്ക് ഡിഫൻസീവ് ലൈൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് ടീമിന് കിട്ടുന്നുണ്ട്. അതേ രീതിയിൽ ഈ ഒഡീഷ FC ആ ഒരു ഇറക്കി ഡിഫൻസ് ഇട്ട് ആ ഒരു മാച്ച് കളിക്കുമ്പോൾ ആ മാച്ചിൽ ബംഗളൂരു FCക്ക് ആകെ ഉണ്ടായിരുന്നത് പൊസഷനാണ്. ആവശ്യത്തിലധികം പൊസഷൻ അവർക്കുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഫസ്റ്റ് ഹാഫിന്റെ ഓരോ ഫേസ് നോക്കുകയാണെങ്കിലും എല്ലാ സമയത്തും ഒഡീഷയേക്കാൾ വളരെയധികം മുന്നിലായിരുന്നു ബംഗളൂരു FCയുടെ ബോൾ പൊസഷൻ ഉണ്ടായിരുന്നത്. ബോൾ കൈവശം വെക്കുന്നത് അവരായിരുന്നു. സോ കളി കാണാത്ത ഒരാളാണെങ്കിൽ ഈ പൊസഷന്റെ നമ്പർ വെച്ചിട്ട് പറയാൻ പോകുന്നത് ബംഗളൂരു FC കളിച്ചു, ഒഡീഷ FC ജയിച്ചു എന്നുള്ളതായിരിക്കും. പക്ഷേ ബാക്കി നമ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ഒഫൻസീവ് തേർഡിലേക്കുള്ള എൻട്രീസ് നോക്കുകയാണെങ്കിലും ഓപ്പൺ ആൻഡ് ബോക്സിലുള്ള ടച്ചസ് നോക്കുകയാണെങ്കിലും ഷോട്ടുകൾ, ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ, ചാൻസസ് ക്രിയേഷൻ, ക്രോസുകൾ, അങ്ങനെ ഒഫൻസീവ് നമ്പേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒന്നും ബംഗളൂരു ഇല്ല. അവിടെ എല്ലാം ഒഡീഷ FC ആണ് മുന്നിൽ നിൽക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബംഗളൂരു FC അത്രയും പോസിഷൻ വെച്ചിട്ടും ഒരു തവണ മാത്രമാണ് ഒഡീഷ FCയുടെ ബോക്സിനകത്ത് ഒരു ടച്ച് അവർ എടുക്കുന്നത്. സോ ഇത്രയധികം ഒഫൻസീവ് നമ്പേഴ്സിൽ ഒഡീഷ FC മുന്നിൽ വരുന്നുണ്ട്. സോ പൊസിഷൻ ബംഗളൂരു FCനെ കിട്ടിയിട്ടും എങ്ങനെയാണ് ഈ പറഞ്ഞ ഒഡീഷ FC ഇത്രയധികം അറ്റാക്കിംഗ് നമ്പേഴ്സ് കൊണ്ടുവന്നത്? അവിടെയാണ് ഈ ഡിഫൻസീവ് ലൈൻ അല്ലെങ്കിൽ ഈ ഹൈ ബ്ലോക്കിൽ നിന്ന് കുറച്ചുകൂടി ഇറക്കിയിട്ട് ഡിഫെൻഡ് ചെയ്യുമ്പോൾ ടീമിന് ബെനിഫിറ്റ് കിട്ടുന്നത്. അവിടെ ഒരിക്കലും ഒരു ഡിഫൻസീവ് ഗെയിമോ ബെസ്റ്റ് പാർക്കിങ്ങോ ഒന്നും അല്ല. ശരിക്കും ഇതൊരു ട്രാപ്പാണ്. ഓപ്പൺ ടീമിന് പന്ത് നമ്മൾ പോഷമാക്കാൻ കൊടുത്തിട്ട് അവരെ മുന്നോട്ട് കയറി വരാൻ അനുവദിച്ചുകൊണ്ട് കിട്ടുന്ന ബോളുകൾ അപ്പുറത്ത് പോയി ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് ഗോളുകൾ സ്കോർ ചെയ്യുന്ന രീതി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്തെല്ലാമാണ് ഈ പറഞ്ഞ ഒരു ലോ ബ്ലോക്ക് അല്ലെങ്കിൽ ഹൈ ബ്ലോക്കിനെതിരെ ഒരു കുറച്ചുകൂടി ഇറക്കി ഡിഫൻസീവ് ലൈൻ ഇട്ട് കളിക്കുമ്പോൾ അഡ്വാൻറ്റേജസ് എന്നാണ്. അതിലൊന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പിറകിൽ വരുന്ന സ്പേസ് ഉണ്ടല്ലോ. അത് നമ്മൾ ഈ ഹൈ ലൈൻ കളിക്കുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഗോൾ കീപ്പറിനും ആ ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസിനും ഇടയിൽ വരുന്ന സ്പേസ്. എത്ര ഭീകര ഡിഫൻഡേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും നല്ല ടൈമിങ്ങിലൂടെയുള്ളൊരു ബോൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഗോൾ കീപ്പറിന് ഒരു 1v1 സിറ്റുവേഷൻ എന്തായാലും വരും. സോ അത് ആ പിറകിൽ വരുന്ന ഡിഫൻസീവ് ലൈനിന്റെ പിറകിൽ വരുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു റിസ്ക് ആണ് ഈ ഹൈ ലൈൻ കളിക്കുമ്പോൾ. ഒരുപാട് ത്രൂകളും ഹൈ ബോൾസും വരാൻ ചാൻസസ് ഉണ്ട്. അവിടെ പേസ് ഉള്ള ഡിഫൻഡേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ മിലോസിനൊക്കെ പോലെ പേസ് ഒരു വീക്ക്നെസ് ആയുള്ള ഡിഫൻഡേഴ്സ് ആണെങ്കിൽ നല്ല രീതിക്ക് ആ ഒരു ഡിഫൻസീവ് ലൈൻ സ്ട്രഗിൾ ചെയ്യും. അവിടെ 1v1 സിറ്റുവേഷൻ പലപ്പോഴും ഗോൾ കീപ്പറായിട്ട് വരും. അവർക്കത് കൺവേർട്ട് ചെയ്യാനത് ഈസി ആയിട്ട് വരും. ഇനി ഓർഗനൈസ്ഡ് അല്ലാന്നുണ്ടെങ്കിൽ പ്ലേയേഴ്സ് ഐസൊലേറ്റഡ് ആയിട്ട് പോകുകയാണെങ്കിൽ ഓഫ് സൈഡ് ട്രാപ്പും അവിടെ വർക്ക് ആവണമെന്നില്ല. ഈ ലോ ബ്ലോക്കിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടി ഇറക്കിയിട്ട് ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഗോൾ കീപ്പറും ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻഡേഴ്സും തമ്മിലുള്ള ആ ഒരു അകലം, ആ ഒരു സ്പേസ് കുറഞ്ഞിട്ടും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഡിഫൻസീവ് വീക്ക്നെസ്സുകളുള്ള പേസ് ഒക്കെ ഒരു വീക്ക്നെസ് ആയുള്ള ഡിഫൻഡർ ആണെങ്കിൽ പോലും അവർക്ക് ഒരുപാടൊന്നും ഇറങ്ങി വന്ന് ഈ പറയുന്ന ഡിഫെൻഡ് ചെയ്യേണ്ടി വരില്ല. ഇവിടെ ഡിഫൻഡേഴ്സ് പിറകിലേക്ക് ഇറങ്ങി ഡിഫെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ മുന്നിലായിരിക്കും കളി ഉണ്ടാവുക. അത് കുറച്ചുകൂടി ഈ പറഞ്ഞ അഗ്രസീവായിട്ട് കളിക്കുന്ന ഡിഫൻഡേഴ്സിന് മിലോസിനൊക്കെ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ മിഡ് ബ്ലോക്ക് അല്ലെങ്കിൽ ലോ ബ്ലോക്ക് ഡിഫെൻഡിങ് വരിക. അവരുടെ മുന്നിലായിരിക്കും കളി ഉണ്ടാവുക. അവർക്ക് ഒരിക്കലും പിറകിലേക്ക് പോയി ഡിഫൻഡേഴ്സിനെ സംബന്ധിച്ച് വളരെ പ്രയാസമുള്ള അല്ലെങ്കിൽ അവർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പിറകിലേക്ക് ഓടിപ്പോയി ഡിഫെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. അവരുടെ മുന്നിൽ കളി നടക്കുമ്പോൾ അതാണ് അവർക്ക് എപ്പോഴും ഡിഫെൻഡ് ചെയ്യാനും ഈ പറഞ്ഞ അഗ്രസീവായിട്ട് വന്ന് ടാക്കിൾ ചെയ്ത് പന്ത് സ്വന്തമാക്കാനും പന്ത് റിക്കവർ ചെയ്യാനൊക്കെ അവർക്ക് എളുപ്പം. സോ ഇവിടെ ബാക്കിൽ വരുന്ന സ്പേസ് വലിയ രീതിയിൽ ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഹൈലൈൻ കളിക്കാത്തപ്പോഴുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ റിസ്ക് ഒഴിവായി കഴിയുമ്പോൾ തന്നെ ഈ കഞ്ചഷൻ അത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഹൈലൈൻ കളിക്കുന്ന സിറ്റുവേഷനിലും പല ടീമുകളും ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കഞ്ചഷൻ. അതായത് ഈ ലൈനുകൾ തമ്മിലുള്ള ആ ഒരു അകലം കുറയ്ക്കുക എന്നുള്ളത്. ഫുട്ബോളിൽ ആ ഒരു ഫോർമേഷൻ വൈസ് നോക്കുമ്പോൾ നമുക്ക് 3 ലൈൻ കണ്ടെത്താൻ സാധിക്കും. ഡിഫൻസീവ് ലൈൻ, അതുപോലെ തന്നെ മിഡിൽ വരുന്ന ലൈൻ, പിന്നെ ഒരു ഫോർവേഡ് ലൈൻ. ഈ 3 ലൈനിന്റെയും ഇടയിൽ ബിറ്റ്വീൻ ദ ലൈൻസിലാണ് പല സമയത്തും ഓപ്പൺ ടീമിന്റെ പ്ലേയേഴ്സ് നിൽക്കുന്നതും അവർ പന്ത് സ്വന്തമാക്കുന്നതും. സോ ആ ലൈൻ എന്ന് പറയുന്നത് എല്ലാ സിറ്റുവേഷനിലും ഒരു പ്രശ്നം തന്നെയാണ്. ഈ ഹൈലൈൻ കളിക്കുമ്പോഴാണെങ്കിലും ഈ മിഡ് അല്ലെങ്കിൽ ഡിഫൻസ് അവർ തമ്മിലുള്ള അകലം വളരെ കുറവായിരിക്കും. സോ ഇവിടെ ഈ പറഞ്ഞ ഒരു കഞ്ചഷൻ ഉണ്ടാക്കുമ്പോൾ ഡിഫൻഡേഴ്സ് അഡ്വാൻസ് ചെയ്ത് വരുമ്പോൾ അവിടെ ഏറ്റവും വലിയ റിസ്ക് നേരത്തെ പറഞ്ഞ ഒരു പിറകിൽ വരുന്ന സ്പേസ് തന്നെയാണ്. അവർക്ക് ആ ഒരു കോൺഫിഡന്റ് ആയിട്ട് അല്ലെങ്കിൽ റിസ്ക് ഫ്രീ ആയിട്ട് മുന്നോട്ട് കയറി വന്ന് ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു
സാധ്യത ഇവിടെ ഇല്ല. ഇത്തരം സിറ്റുവേഷൻസിലാണ് ഈ പറഞ്ഞ പോലെ ഡിഫൻസീവ് ലൈൻ ഐസൊലേറ്റഡ് ആയിട്ട് പോകുന്ന അല്ലെങ്കിൽ മിസ്പ്ലേസ്ഡ് ആയിട്ട് പോകാനുള്ള ഹാർട്ട് ബീറ്റ് പോലെ ഡിഫൻസീവ് ലൈൻ വരാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ രണ്ടാമത്തെ സിറ്റുവേഷൻ സേഫ് ആയിട്ട് കളിക്കുന്ന സമയത്താണെങ്കിൽ പിറകിൽ അധികം സ്പേസ് കവർ ചെയ്യാനില്ല അല്ലെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള ഒരു ഗ്യാപ്പ് ഇല്ല എന്ന് പറയുമ്പോൾ ഡിഫൻഡേഴ്സിന് അത് കുറച്ചുകൂടി കോൺഫിഡൻസ് നൽകുകയും അവർ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് അവർക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ആൻഡ് ഇത് മിഡ്ഫീൽഡിലാണെങ്കിലും ഒരുപാട് റിക്കവറീസിന് കാരണമാവുന്നുണ്ട്. കഴിഞ്ഞ മാച്ചിൽ ബംഗളൂരു FC ഒഡീഷ FC മാച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഒരുവിധപ്പെട്ട സിറ്റുവേഷൻസിലെല്ലാം നമ്മൾ കാണുന്ന കാര്യം ബംഗളൂരു FC പോഷൻ വെക്കുന്നുണ്ട്, ബംഗളൂരു FC ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ എപ്പോഴൊക്കെ അവർ അറ്റാക്കിലേക്ക് ഒരു പാസ് കൊടുക്കുന്നു, മിഡിലേക്ക് ഒരു പാസ് കൊടുക്കുന്നു, അപ്പോഴെല്ലാം ഒഡീഷ FC റിക്കവർ ചെയ്യുന്നുണ്ട്. സോ അവിടെ റിസ്ക് ഫ്രീ കൺജഷൻ ഉണ്ടാക്കാൻ സാധിച്ചത് ഒഡീഷ FCക്ക് നിരന്തരമായിട്ട് റിക്കവർ ചെയ്യാൻ. അവരുടെ ഫസ്റ്റ് ഹാഫിൽ ഒരുവിധപ്പെട്ട സിറ്റുവേഷൻസിലെല്ലാം ബംഗളൂരു FCക്ക് പ്രഷർ ഇടുന്നതിൽ ഈ റിക്കവറീസ് മിഡിൽ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർ ബിൽഡപ്പ് ചെയ്ത് വന്നിട്ട് ഒഡീഷ FC റിക്കവർ ചെയ്തിട്ട് അവർ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള മൂവ്മെന്റ്സ് ആണ് ഒരു മെജോറിറ്റി. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ബംഗളൂരു FCക്ക് ആ മാച്ചിൽ ഫസ്റ്റ് ഹാഫിൽ ഓപ്പൺ ആൻഡ് ബോക്സിൽ അധികം ടച്ചസ് പോലും എടുക്കാൻ പറ്റാതെ. പക്ഷേ ഇവിടെ ആ റിക്കവറീസിന് ഹെൽപ്പ് ചെയ്തത് ഈ കാര്യം മാത്രമല്ല, അതിൻ്റെ ഒപ്പം എടുത്തു പറയുന്നതാണ് മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ്. ഇങ്ങനെ നമ്മൾ ലോ ബ്ലോക്ക് അല്ലെങ്കിൽ കുറച്ച് ഇറങ്ങി പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഓപ്പോസിറ്റ് ടീം ഒരു ഹൈ ലൈനിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഹൈ ലൈനിലേക്ക് വരുമ്പോൾ അവരുടെ ഡിഫൻസീവ് ലൈൻ വളരെയധികം പുഷപ്പ് ചെയ്യും, അവരുടെ ഡിഫൻസീവ് ലൈൻ മുന്നോട്ട് കയറി വരും. അവിടെ ബിൽഡപ്പ് ചെയ്യുന്ന സിറ്റുവേഷനിൽ പൊസിഷൻ കീപ്പ് ചെയ്യേണ്ട സിറ്റുവേഷനിൽ അവരുടെ സെന്റർ ബാക്സ് അല്ലെങ്കിൽ അവരുടെ ഡിഫൻസീവ് ലൈനിലുള്ള പ്ലേയേഴ്സ് ആയിരിക്കും കൂടുതൽ പന്ത് കൈവശം വെക്കുന്നത്. സോ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഡിഫൻഡേഴ്സ് ഒരു പ്ലേ മേക്കർ ആവേണ്ടതിന്റെ ഒരു ആവശ്യം വരുന്നുണ്ട്. അതായത് ആ ഫ്രണ്ടിലേക്ക് പന്ത് കൊടുക്കേണ്ടതിന്റെ ഒരു ഉത്തരവാദിത്തം കൂടുതൽ പോകുന്നത് ഈ ബാക്സിനായിരിക്കും, ഈ സെന്റർ ബാക്സിനായിരിക്കും. പല സിറ്റുവേഷനിലും ബംഗളൂരു FCയുടെ സെന്റർ ബാക്സ് ഇങ്ങനെ പന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് അവർക്കൊരു ഓപ്ഷൻ കിട്ടുന്നില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ പാസ് കളിച്ചിട്ട് മുന്നോട്ടേക്ക് ഒരു പന്ത് കൊടുക്കുമ്പോൾ ഒഡീഷ FC അത് റിക്കവർ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒരുപാട് നമുക്ക് കാണാം. സോ ഇവിടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് സെന്റർ ബാക്സ് അല്ലെങ്കിൽ ഈ ബാക്കിൽ നിന്ന് കളിക്കുന്ന പ്ലേയേഴ്സ് പൊതുവെ വിഷൻ കുറഞ്ഞിട്ടുള്ള നമ്മളൊരു മിഡ്ഫീൽഡറിനെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിനെ കുറിച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് അത്ര നന്നായിട്ട് ഗ്യാപ്സ് പിക്ക് ചെയ്ത് പാസുകൾ കൊടുക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം എന്നില്ല. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ലൈനിൽ നിന്ന് നമ്മളൊരു പാസ് കൊടുക്കുമ്പോൾ അവിടെ ആ മിഡ്ഫീൽഡേഴ്സ് അല്ലെങ്കിൽ ഡിഫൻസീവ് മിഡ് ഉൾപ്പെടെ ഈ കൺജഷൻ്റെ ഉള്ളിലായിരിക്കും വരുന്നത്. ഈ അടുത്തടുത്ത് നിൽക്കുന്ന ആ ഒരു ബിറ്റ്വീൻ ദ ലൈൻസിലായിരിക്കും ഇവരുണ്ടാവുക. സോ അവരിലേക്ക് ഒരു പാസ് ഫൈൻഡ് ചെയ്താലും ആ ഒരു ഗ്യാപ്പിൽ നിൽക്കുന്ന ഒരു പ്ലെയറിലേക്ക് ഡിഫൻഡേഴ്സ് പാസ് ഫൈൻഡ് ചെയ്താലും അവിടെ ഈ മിഡ്ഫീൽഡേഴ്സിന് പലപ്പോഴും ഒന്നല്ലെങ്കിൽ ബാക്ക് പാസ് കളിക്കണം അല്ലെങ്കിൽ അവർ തിരിഞ്ഞു നിൽക്കുമ്പോൾ ടേൺ ചെയ്ത് അവർ കൺജഷനെ ബീറ്റ് ചെയ്യേണ്ടതിൻ്റെ ഒരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി വരും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലെല്ലാം ആ പന്ത് റിക്കവർ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സോ ഇത് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു മെജോറിറ്റി സിറ്റുവേഷനിലും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. സോ ഈ പ്രഷർ ഫസ്റ്റ് ഹാഫിൽ ഇതുപോലെ പന്ത് ഇങ്ങനെ കൈവശം വെക്കുന്നുണ്ടെങ്കിലും കാര്യമായിട്ട് പന്തുകൾ അപ്പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രഷർ ബംഗളൂരു FCക്ക് നല്ല രീതിക്ക് ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു. സോ ഇനി നാലാമത്തെ അഡ്വാൻറ്റേജ്, ഇവിടെയാണ് ഓപ്പണന്റിന് പോഷൻ കൊടുത്തിട്ടും നമുക്ക് അറ്റാക്കിംഗ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒഡീഷ FCക്ക് ആ ഒരു മാച്ചിൽ അറ്റാക്കിംഗ് നമ്പേഴ്സ് കൂടുതൽ വരാനുള്ള ഒരു കാരണമായിട്ട് വരുന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഈ പറഞ്ഞ റിക്കവർ ചെയ്യുന്ന പന്തുകൾ പിന്നീട് ഒരു ഒഫൻസീവ് ട്രാൻസിഷൻ്റെ ഒരു സ്കോപ്പാണ് അവിടെ തരുന്നത്. കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് അറ്റാക്ക് ചെയ്യാൻ നമുക്കത് സാധിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ ഡിഫൻഡേഴ്സ് മുന്നോട്ട് കയറി വരുന്നു, ഓൾറെഡി ആ ഡിഫൻഡേഴ്സിനിടയിൽ നല്ലൊരു ഗ്യാപ്പ് ഉണ്ടാവും. മിഡ്ഫീൽഡേഴ്സ് ആണെങ്കിലും ഫുൾ ബാക്സ് ആണെങ്കിലും അവരുടെ ഒഫൻസീവ് പ്ലേയേഴ്സ് ആണെങ്കിലും അവരെല്ലാം അപ്പുറത്തെ ഹാഫിലാണ്. സോ ഇവിടെ കുറച്ച് ഓപ്പണിങ്സ് കിട്ടും. ഓപ്പൺ ടീം ഇറങ്ങി വരും, റീഗ്രൂപ്പ് ചെയ്യും. പക്ഷെ എന്നാലും ആ ട്രാൻസിഷൻ വഴി മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ഗ്യാപ്സ് പ്രത്യേകിച്ചും വിങ്ങിലും സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് ഗ്യാപ്സ് ആ ഒരു ടീമിന് കിട്ടും. നമ്മൾ സാധാരണ രീതിയിൽ കാണുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഫ്രണ്ടിലേക്ക് ഓപ്ഷൻസ് ഇല്ലാതെ ലൂണ ഈ പറഞ്ഞ പോലെ സ്ട്രഗിൾ ചെയ്യുന്നു, നമ്മുടെ ഡിഫൻസീവ് മിഡിന് ഓപ്ഷൻസ് ഇല്ല. പ്രത്യേകിച്ച് നമ്മൾ FC ഗോവയ്ക്കെതിരേക്ക് അത് കണ്ടതാണ്. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഇവിടെ വരാൻ ചാൻസസ് ഇല്ല. കാരണം ഇവിടെ ഓപ്പണിങ്സ് ഉണ്ടാവും, ത്രൂ റിസീവ് ചെയ്യാൻ പാകത്തിന് പ്ലേയേഴ്സിന് റണ്ണ് കൊടുക്കാൻ പാകത്തിന് ഒരുപാട് ഗ്യാപ്സ് ഉണ്ടാവും. ആ ഗ്യാപ്സിലൂടെ എല്ലാം പന്തുകൾ വെച്ചു കൊടുക്കാനും ഒഫൻസീവിൽ നമുക്കത് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ക്ലിയർ കട്ട് ചാൻസസ് ഉണ്ടാക്കിയെടുക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. പക്ഷേ ഇത് ഒരൊറ്റ മൂവ്മെന്റിൽ അവസാനിക്കുന്ന അല്ലെങ്കിൽ ഒരു തവണ മാത്രം അവസാനിക്കുന്ന കാര്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് ബംഗളൂരു FC ഫസ്റ്റ് ഹാഫിൽ ചെയ്തൊരു കാര്യമാണ്. അവർ അറ്റാക്ക് ചെയ്യുന്നു, അവർ ബോൾ കൈവശം വെക്കുന്നു, അവർ മുന്നോട്ട് കയറി വരുന്നു, പാസ് കൊടുക്കുന്നു, ഒഡീഷ FC റിക്കവർ ചെയ്യുന്നു, ഇപ്പുറത്തേക്ക് അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ ഒരു മെജോറിറ്റി സിറ്റുവേഷനിലും റിക്കവർ ചെയ്ത് പന്ത് എടുത്ത് അപ്പുറത്തേക്ക് അറ്റാക്ക് ചെയ്യാൻ ഒഡീഷ FCക്ക് സാധിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ഈ ലോ ബ്ലോക്ക് അല്ലെങ്കിൽ ഈ മിഡ് ബ്ലോക്ക് ഇറക്കിയിട്ട് കളിക്കുന്ന സിറ്റുവേഷനിൽ നമുക്കത് ഒരു മാച്ചിലുടനീളം അത് വെച്ച് കീപ്പ് ചെയ്യാൻ സാധിക്കില്ല. ഈ മാച്ചിൽ പോലും ബംഗളൂരു FC 2 ഗോൾ അടിച്ചിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ഒഫൻസീവ് തേർഡിലേക്ക് വരുന്ന ചാൻസുകൾ അത് നമ്മൾ കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യാതെ നമ്മൾ അവിടെ മിസ്സുകൾ വരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പോഷൻ വെക്കുന്ന ടീം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ ഒഡീഷ FCക്ക് ആണെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ സെന്റർ ബാക്സ് ഫസ്റ്റ് പാസ് കൊടുക്കുന്നു എന്നതിൽ നിന്ന് മാറിയിട്ട് മിഡ്ഫീൽഡിലേക്ക് നൊഗ്വേറയൊക്കെ കുറച്ചുകൂടി ഇറങ്ങി വന്ന് അവരെ എഫക്റ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ബംഗളൂരു FC പിന്നീട് ബോക്സിനകത്തേക്ക് വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. സോ അതൊരു മാച്ചിലുടനീളം നമുക്ക് ഇതേ രീതിയിൽ റിക്കവർ ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നത് പറയുന്നത് പോസിബിൾ ആയുള്ള കാര്യമല്ല. സോ കിട്ടുന്ന സിറ്റുവേഷൻസിൽ അപ്പുറത്തേക്ക് പോയി അവരെ പ്രഷറൈസ് ചെയ്ത് ഗോൾ കൺവേർട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ മിഡിൽ വെച്ചിട്ടുള്ള റിക്കവറീസും ഇതിൽ വലിയൊരു ഫാക്ടറാണ്. ആ റിക്കവറീസ് കൂടി വരണം. അല്ലാത്ത പക്ഷം ഈ പറഞ്ഞ പോലെ ഓപ്പണന്റിന് നമ്മുടെ ബോക്സിനകത്തേക്ക് കയറാനുള്ള ഒരു ചാൻസ് കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും. സോ ഇവിടെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും അറ്റാക്ക് ചെയ്ത ഒരു ഒഫൻസീവ് അറ്റാക്കിംഗ്
ഗെയിം സ്റ്റൈലിലേക്ക് എപ്പോഴും റിലേ ചെയ്യുന്നത് അതൊരു എഫക്റ്റീവ് സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഇറങ്ങി നിൽക്കണം, ചില സമയത്ത് നമ്മൾ ഒന്ന് പതുങ്ങിയിരിക്കണം. അത് പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണെന്ന് പറയുന്ന പോലെ തന്നെയാണ്. നമ്മൾ ആ സിറ്റുവേഷൻസിലെല്ലാം ഒരു ട്രാപ്പാണ് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ബംഗളൂരു FC-ക്കാണ് ആ ഒരു വിജയം നമ്മളെക്കാൾ കൂടുതൽ ആവശ്യം. അവരുടെ ഒരു ഹോം ഗെയിമാണ്, അവരൊരു തോൽവി കഴിഞ്ഞ് വരുന്നതാണ്. റീസെൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ബാഡാണ്, നമ്മുടെ പിന്നെ അല്ലെങ്കിൽ ബാഡാണ്. പക്ഷെ അവിടെ അവർക്ക് കിട്ടുന്ന ഒരു ഹോം ഗെയിം, കഴിഞ്ഞ മാച്ച് ഗോവ ചെയ്തത് ഇതേ കാര്യമാണ്. അവിടെ ഗോവ ഒഫൻസീവ്ലി വളരെ മോശം ടീമൊന്നുമല്ല, പക്ഷെ എന്നാലും ആ മാച്ചിൽ അവർ സെറ്റ് ബാക്ക് ചെയ്തു. അവർ കൊച്ചി സ്റ്റേഡിയത്തിൽ വന്ന് കളിക്കുമ്പോൾ അതിനനുസരിച്ച് അവർ ബിഹേവ് ചെയ്തു. ഒരു മിഡ് ലോ ബ്ലോക്ക് തന്നെയാണ് അവർ ഇട്ടത്. അവർ നന്നായിട്ട് ഡിഫൻസീവ് ലൈൻ ഇറക്കിയിട്ട് തന്നെ ഡിഫെൻഡ് ചെയ്തു. കിട്ടിയ അവസരത്തിൽ ഒരു ഗോൾ സ്കോർ ചെയ്തു. ഒറ്റ ഗോൾ വിജയത്തിലാണ് ഗോവ ഇവിടുന്ന് പോകുന്നത്. പക്ഷെ എത്ര ഗോൾ അടിച്ചാലും 3 പോയിന്റ് അവർക്ക് കിട്ടി. സെയിം ആയിട്ട് നമ്മൾ ബംഗളൂരു FC-ക്കെതിരെയും ഇതേ സംഭവമാണ്. നമ്മൾ ഭയങ്കരമായിട്ട് ഓവറായിട്ട് അറ്റാക്ക് ചെയ്യാൻ വന്നു, അവർ സിറ്റ് ബാക്ക് ചെയ്തു, അവർ കിട്ടിയ അവസരങ്ങളിൽ കൗണ്ടർ ചെയ്ത് ഗോൾ അടിച്ചു. ആ ലെവലിൽ അവർ ആ ഒരു കളിയിൽ 3 പോയിന്റ് സ്വന്തമാക്കുന്നുണ്ട്. സോ ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഒന്ന് ബാക്കോട്ട് വലിയുന്നതിൽ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സോ ഇവിടെ ബംഗളൂരു FC-ക്ക് ഒരു പ്രഷർ ഉണ്ട്, ഹോം ഗെയിമാണ്. സോ അവർക്ക് ഗോൾ അടിച്ച് ജയിച്ചേ പറ്റൂ. സോ അവരെന്തായാലും മുന്നോട്ട് കയറി വരും. സോ അവിടെ നമ്മൾ മുന്നോട്ട് കയറി പോയി കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാവും. നമ്മളൊന്ന് പതുങ്ങിയിരുന്ന് അവരുടെ പ്രഷർ നമ്മൾ പരമാവധി ഡിഫെൻഡ് ചെയ്ത് കിട്ടുന്ന അവസരങ്ങളിൽ മുന്നോട്ട് കയറി വന്ന് ഒരു ഗോൾ കിട്ടിക്കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു മാച്ചിൽ വീണ്ടും ബംഗളൂരു FC-ലേക്ക് പ്രഷർ ഇടാൻ സാധിക്കും. അല്ലാത്ത പക്ഷം നമ്മൾ വീണ്ടും മുന്നോട്ട് കയറി വന്ന് മിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള പൊസിഷൻസ് ഒക്കെ കാണിച്ചു കൊടുത്ത് അവർക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ അവർ ആ വാശി മൊത്തം നമ്മുടെ അടുത്ത് തീർക്കുകയും ചെയ്യും. സോ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, അടുത്ത മാച്ചിൽ സ്റ്റാറെ പ്ലീസ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് തോന്നിയത് ഒരു പ്രേക്ഷകൻ ഇതിൽ കാണാനുള്ള കൊതി കൊണ്ടാണ്. കുറച്ചൊന്ന് ഡിഫെൻഡ് ചെയ്യുക, കുറച്ചൊന്ന് സിറ്റ് ബാക്ക് ചെയ്യുക, അവരെ പ്രഷറൈസ് ചെയ്യുക. കിട്ടുന്ന അവസരങ്ങളിൽ നമ്മുടെ മുന്നേറ്റ നിരയിൽ അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് ഉണ്ട്. സ്പീഡി ആയിട്ടുള്ള നോവയുണ്ട്, കൺവേർട്ട് ചെയ്യാൻ ഹേസൂസ് ഉണ്ട്, പാസ് കൊടുക്കാൻ ലൂണയുണ്ട്. സോ അവർക്കൊക്കെ ഒരു നല്ല സിറ്റുവേഷൻ ഉണ്ടാക്കി എടുക്കുന്നത് ഈ ലോ ബ്ലോക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി ഇറങ്ങി ഡിഫെൻഡ് ചെയ്ത് ആ ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ ഓപ്പൺ ടീമിൽ ഗ്യാപ്സ് വരുമ്പോൾ അതുവഴി കിട്ടുന്ന സ്പേസസ് ആയിരിക്കും അവർക്ക് കുറച്ചുകൂടി യൂട്ടിലൈസ് ചെയ്യാൻ എളുപ്പം. ഏത് രീതിയിലാണെങ്കിലും നമുക്ക് വിജയമാണ് വേണ്ടത്. ആ വിജയം അടുത്ത മാച്ചിൽ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു സെറ്റപ്പിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ചെയ്യാൻ ശ്രമിക്കുക. സോ നമുക്ക് എന്തായാലും മറ്റു വീഡിയോയിൽ കാണാം. ബൈ.